പെൺകുട്ടികളെ ഉപരിപഠനത്തിനായി പുറത്തേക്ക് വിടുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ തീയാണ്. അമ്മമാർക്കായിരിക്കും ഒരുപക്ഷെ മക്കളെക്കുറിച്ചോർത്ത് കൂടുതൽ ആശങ്കയുണ്ടായിരിക്കുക. അവർ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ തുടങ്ങിയ ആശങ്കകൾ ഓരോ അമ്മമാരുടെയും മനസ്സിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവധിക്ക് മക്കൾ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഓരോ അമ്മമാരും ഒരുക്കി വെക്കാറുമുണ്ട്. അത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നും 10 ദിവസത്തെ അവധിക്കായി മകൾ നാട്ടിലേക്ക് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഒരു അമ്മ. മകൾ എത്തുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ആ അമ്മ ഒരുക്കി വെച്ചിരുന്നു. എന്നാൽ മകളെ കാത്തിരുന്ന അമ്മയുടെ അരികിലേക്ക് എത്തിയത് ചേതനയറ്റ ഒരു ശരീരം മാത്രമായിരുന്നു. നെഞ്ചു പിടയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. പത്തനംതിട്ട വായ്പൂർ ശബരിപൊയ്കയിൽ സജികുമാറിന്റെയും മഞ്ജുവിന്റെയും മകളായ കൃഷ്ണപ്രിയ ബംഗളൂരുവിൽ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. നിരവധി കുട്ടികളാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ പുറത്തുപോയി പഠനം നടത്തുന്നത്. ഇതിൽ യാത്രകൾക്കായി ഒട്ടുമിക്ക പേരും ആശ്രയിക്കുന്നത് ട്രെയിനിനെ തന്നെയാണ്. ട്രെയിൻ യാത്ര സുഗമമാണെങ്കിൽ പോലും ഇതിനിടയിൽ പതിയിരിക്കുന്ന പല അപകടങ്ങളുമുണ്ട്. 10 ദിവസത്തെ അവധി കിട്ടിയതിനാൽ കൃഷ്ണപ്രിയ നാട്ടിലേക്ക് വരികയാണെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. തുടർന്ന് അവിടെ നിന്നും കഴിഞ്ഞ ദിവസം യാത്ര പുറപ്പെടുകയും ചെയ്തു. മെസ്സിലെ ഭക്ഷണമൊന്നും അവൾക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചാണ് മഞ്ജു മകളെ കാത്തിരുന്നത്. എന്നാൽ ട്രെയിൻ യാത്രയിൽ കോയമ്പത്തൂർ പോത്തന്നൂരിനും മധുക്കരയ്ക്കും ഇടയിൽ വെച്ചാണ് ദാരുണമായ ആ സംഭവം നടക്കുന്നത്. യാത്രക്കിടെ ക്ഷീണം തോന്നിയ കൃഷ്ണപ്രിയ മുഖം കഴുകാനായി വാഷ് ബേസിനടുത്തേക്ക് പോയി. തുടർന്ന് മുഖം കഴുകി തിരിച്ചു പോരുന്ന സമയത്ത് തുറന്നു കിടന്നിരുന്ന ട്രെയിനിന്റെ വാതിൽ പൊടുന്നനെ അടയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഡോർ ശക്തമായി അടഞ്ഞതോടുകൂടി കൃഷ്ണപ്രിയ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് കണ്ടുനിന്നവർ ഉടൻ തന്നെ ചെയിൻ വലിച്ചെങ്കിലും 3 കിലോമീറ്ററോളം മുന്നോട്ട് പോയാണ് ട്രെയിൻ നിന്നത്. പിന്നീട് പോലീസ് എത്തി കൃഷ്ണപ്രിയ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഇന്നലെ രാവിലെയോടുകൂടി മരണം സംഭവിച്ചു. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കൃഷ്ണപ്രിയ സഹയാത്രികയോട് സംസാരിക്കുന്നതിനിടയിൽ തന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസ് കൃഷ്ണപ്രിയയുടെ വാർഡ് മെമ്പറെ വിവരമറിയിക്കുന്നത്. ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണുള്ള ഇത്തരം അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പതിയിരിക്കുന്ന അപകടങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്. ഇവിടെ നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞുപോയത് ഒരു 20-കാരിയുടെ ജീവനായിരുന്നു. എന്തായാലും കൃഷ്ണപ്രിയയുടെ മരണം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.